പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസ്വരൂപനായ ജീവിക്കുന്ന ദൈവമേ, എൻ്റെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് പൂർണ്ണ ശരണത്തോടെ ഞാൻ കടന്നു വരുന്നു. എൻ്റെ ശ്വാസവും ജീവിതവും അങ്ങയുടെ ദാനമാണ്. ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് ചൊരിഞ്ഞ എണ്ണമറ്റ നന്മകൾക്കും നൽകാതിരുന്ന ദുരന്തങ്ങൾക്കും എൻ്റെ കുടുംബത്തിന് നൽകിയ സംരക്ഷണത്തിനും ഞാൻ കോടിക്കോടി നന്ദി പറയുന്നു. കർത്താവെ, പ്രാർത്ഥിക്കാൻ പോലുമാകാത്ത വിധം എൻ്റെ ഹൃദയം ഭാരപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ എന്നെ സഹായിക്കണമേ. എൻ്റെ പ്രാർത്ഥന അവിടുത്തെ സന്നിധിയിൽ സുഗന്ധധൂപമായി ഉയരട്ടെ. നമ്മുടെ അയോഗ്യതകളും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലുമുണ്ടായ വീഴ്ചകളും ഓർത്ത് ആഴമായ വിനയത്തോടും അനുതാപത്തോടെയും ദൈവത്തോട് ക്ഷമ ചോദിക്കാം. ദൈവമേ, അമലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ ചുവപ്പുള്ളതാണെങ്കിലും അവ മഞ്ഞുപോലെ വെളുക്കും. എൻ്റെ ജീവനായ ഈശോയെ, അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് വിപരീതമായി ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഓർത്ത് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അനുതപിക്കുന്നു. അങ്ങയെ വേദനിപ്പിച്ച എൻ്റെ ചിന്തകൾക്കും വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ചെയ്യേണ്ട നന്മകൾ ചെയ്യാതിരുന്ന വീഴ്ചകൾക്കും എന്നോട് ക്ഷമിക്കണമേ. കർത്താവെ, എൻ്റെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന കയ്പും അസൂയയും വിദ്വേഷവും കോപവും അരക്ഷിതാവസ്ഥകളും ക്രിസ്തുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ ഞാൻ ഉപേക്ഷിക്കുന്നു. എന്നോട് തെറ്റ് ചെയ്ത, എന്നെ വേദനിപ്പിച്ച, എന്നെ തള്ളിപ്പറഞ്ഞ എല്ലാവർക്കും അങ്ങയുടെ നാമത്തിൽ ഞാൻ ഹൃദയപൂർവ്വം വിട്ടുകൊടുത്ത് പൂർണ്ണമായും ക്ഷമിക്കുന്നു. ആരുടെയും മേൽ എനിക്ക് യാതൊരു പരാതിയോ വിരോധമോ ഇല്ല. ഈശോയെ, അങ്ങയുടെ തിരുരക്തത്തിൻ്റെ അരുവിയിലേക്ക് എൻ്റെ മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നു. എൻ്റെ കുറ്റബോധങ്ങളെയും ഭയങ്ങളെയും കഴുകി വിശുദ്ധീകരിക്കണമേ. പഴയതെല്ലാം കടന്നുപോയി അങ്ങയിൽ ഞാൻ ഒരു പുതിയ സൃഷ്ടിയായി മാറട്ടെ. എൻ്റെ ഹൃദയത്തെ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാക്കി മാറ്റണമേ. ആമേൻ. നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ഭാരങ്ങളും കണ്ണുനീരും എന്താണോ അത് മറച്ചു വയ്ക്കാതെ യേശുവിൻ്റെ ആണിപ്പഴുതുകളുള്ള തിരുക്കരങ്ങളിലേക്ക് വിശ്വസ്തയോടെ ഏൽപ്പിച്ചു കൊടുക്കുക. അവിടുന്ന് അത് ഏറ്റെടുക്കാൻ കാത്തു നിൽക്കുകയാണ്. ചോദിക്കുവിൻ, നിങ്ങൾക്ക് നൽകപ്പെടും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറക്കപ്പെടും. എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി തരും. നിനക്കറിഞ്ഞുകൂടാത്ത വലിയ കാര്യങ്ങളും ഗൂഢമായ കാര്യങ്ങളും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതാണ്. നിങ്ങൾക്ക് പ്രത്യാശപൂർണമായ ഒരു ഭാവി നൽകാനുള്ള പദ്ധതിയാണത്. നിങ്ങളുടെ നിയോഗങ്ങൾ പ്രത്യേകമായി മനസ്സിൽ ധ്യാനിച്ച് യേശുവിൻ്റെ തിരുമുമ്പിൽ കാഴ്ചവെക്കാം. ശാരീരിക മാനസിക രോഗങ്ങളും നീണ്ടു നിൽക്കുന്ന വേദനകളും അവിടുത്തെ സൗഖ്യകരമായ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കാം. വരുമാന തടസ്സങ്ങളും അനാവശ്യ ചെലവുകളും കടഭാരങ്ങളും യേശുവിൻ്റെ സമൃദ്ധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ബന്ധങ്ങളിലെ വിള്ളലുകളും അവിശ്വാസം, വഴക്കുകൾ, അശാന്തി എന്നിവയെല്ലാം യേശുവിൻ്റെ ശാന്തതയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഭാവി, ജോലി, പഠനം, തൊഴിൽ തടസ്സങ്ങൾ, പരീക്ഷാഭയങ്ങൾ, വിവാഹ തടസ്സങ്ങൾ എന്നിവ അവിടുത്തെ ദൈവിക പദ്ധതിയിലേക്കെല്ലാം നമുക്ക് സമർപ്പിക്കാം. ആവർത്തിച്ചു പോകുന്ന വീഴ്ചകളും മോശം ശീലങ്ങളും യേശുവിൻ്റെ വിടുതലിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമുക്ക് ആഴമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായ യേശുവേ, എൻ്റെ കഴിവുകേടുകളെയും ഭയങ്ങളെയും ഞാൻ പൂർണ്ണമായി സമ്മതിക്കുന്നു. എനിക്ക് ഒറ്റയ്ക്ക് ചുമക്കാൻ കഴിയാത്ത ഈ വലിയ ഭാരവും വേദനയും ഞാൻ അങ്ങയുടെ തിരുപാദങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രത്യേക നിയോഗങ്ങളും ആവശ്യങ്ങളും നമുക്കിവിടെ പൂർണ്ണ ഹൃദയത്തോടെ യേശുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ സകല തടസ്സങ്ങളെയും മാറ്റാൻ അങ്ങയുടെ ഒരു വാക്കു മാത്രം മതി. അങ്ങയ്ക്ക് അസാധ്യമായി ഒന്നുമില്ലെന്ന് ഞാൻ സംശയലേശമന്യേ വിശ്വസിക്കുന്നു. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന തിരുവചനമനുസരിച്ച് എൻ്റെ ഭാവിയെക്കുറിച്ച് ഇനി ഞാൻ
ആകുലപ്പെടുകയില്ല. എൻ്റെ സമയമല്ല, അങ്ങയുടെ സമയം ശ്രേഷ്ഠമാണ്. എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ തിരുഹിതം മാത്രം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. ഈ അത്ഭുതകരമായ വിടുതലിലൂടെ അങ്ങയുടെ നാമം അനേകരുടെ മുൻപിൽ മഹത്വപ്പെടാൻ ഇടയാകട്ടെ. ആമേൻ. കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും തടസ്സങ്ങളും മാറ്റി അവിടുത്തെ വിലയേറിയ തിരുരക്തം എൻ്റെ മേൽ തളിച്ച് കോടാനുകോടി മാലാഖമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന എൻ്റെ ഈ കാര്യങ്ങളെല്ലാം എനിക്ക് സാധിച്ചു തരണമേ. പിതാവായ ദൈവം നമ്മെ അളവറ്റ സ്നേഹത്താൽ കരുതുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ ആകുലതകളും സാമ്പത്തികമായും മാനസികമായും കുടുംബപരമായും ആരോഗ്യപരമായും എല്ലാ തടസ്സങ്ങളും പിതാവിൻ്റെ സ്നേഹത്തിന് മുൻപിൽ അഴിഞ്ഞു വീഴുന്നു എന്ന് മനസ്സിൽ വിശ്വസിക്കുക. ഭാരം ചുമക്കുന്നവരും ക്ലേശിക്കുന്നവരുമായ ഏവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശു കാൽവരിയിൽ ചിന്തിയ അമൂല്യമായ തിരുരക്തത്തിന് ഏതൊരു ബന്ധനത്തെയും തകർക്കാനും രോഗങ്ങളെയും ശാപങ്ങളെയും മാറ്റി പരിപൂർണ വിടുതൽ നൽകുവാനും കഴിയും. തിരുരക്തത്തിൻ്റെ സംരക്ഷണ കവചം എൻ്റെ മേൽ തളിക്കപ്പെടുന്നുവെന്ന് ധ്യാനിക്കുക. അവിടുത്തെ ക്ഷതങ്ങളാൽ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ അപേക്ഷ സ്വർഗീയ പിതാവ് കേട്ടുകഴിഞ്ഞു. ഞാൻ ഇനി ഭയപ്പെടാനില്ല. കോടാനുകോടി മാലാഖമാരും പരിശുദ്ധാത്മാവും എൻ്റെ നിയോഗത്തിന് ചുറ്റും പ്രകാശത്തിൻ്റെ മതിൽ തീർക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതം നടക്കാൻ പോകുന്നു എന്ന പൂർണ്ണ ഉറപ്പോടെ നന്ദിയോടെ പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന ഏതൊരു കാര്യവും ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുവിൻ. നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും. നമ്മുടെ അപേക്ഷകൾ ദൈവകരങ്ങളിലേക്ക് വേഗത്തിൽ എത്തിക്കുന്നതിന് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം പൂർണ്ണ ശരണത്തോടെ നമുക്ക് തേടാം. കാനായിലെ കല്യാണ വിരുന്നിൽ അവശ്യ നേരത്തെ ഇടപെട്ട് യേശുവിൽ നിന്ന് ആദ്യത്തെ അത്ഭുതം സാധിച്ചു തന്ന ഞങ്ങളുടെ പരിശുദ്ധ അമ്മേ, അങ്ങയുടെ വിമല ഹൃദയത്തിൽ എൻ്റെ ഈ വലിയ നിയോഗം ഞാൻ പ്രതിഷ്ഠിക്കുന്നു. എനിക്ക് സൗഖ്യവും തടസ്സമാറ്റവും ഉണ്ടാവുവാൻ അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയോട് തിരുസന്നിധിയിൽ നിരന്തരം അപേക്ഷിക്കണമേ. അമ്മയുടെ മാതൃകവചത്താൽ എന്നെയും എൻ്റെ കുടുംബത്തെയും പൊതിഞ്ഞു സൂക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകനും നീതിമാനുമായ വിശുദ്ധ യോസേപ്പ് പിതാവേ, അങ്ങയുടെ വിശ്വസ്തയോടും അനുസരണയോടും കൂടി ദൈവഹിതം നിറവേറ്റാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ജീവിതത്തിലെ ഭാരങ്ങളെയും ആവശ്യങ്ങളെയും ദൈവിക സമൃദ്ധിയിലേക്ക് നയിക്കണമേ. വിശുദ്ധ മിഖായേൽ മാലാഖയെ തിന്മയുടെ സകല ശക്തികളിൽ നിന്നും വഞ്ചനകളിൽ നിന്നും ആത്മീയ പോരാട്ടങ്ങളിൽ നിന്നും എന്നെ കാത്തുരക്ഷിക്കണമേ. വിശുദ്ധ ഗബ്രിയേൽ മാലാഖയെ ദൈവത്തിൽ നിന്നുള്ള നല്ല സന്ദേശങ്ങളും ദൈവാനുഗ്രഹത്തിൻ്റെ വാഗ്ദാനങ്ങളും എൻ്റെ ജീവിതത്തിൽ എത്തിച്ചു തരണമേ. വിശുദ്ധ റഫായേൽ മാലാഖയെ എൻ്റെ ആത്മാവിനും ശരീരത്തിനും ഭവനങ്ങൾക്കും ദൈവിക സൗഖ്യവും ശരിയായ വഴികാട്ടലും നൽകണമേ. എൻ്റെ കാവൽ മാലാഖയെ ദൈവം എനിക്കായി നൽകിയ വിശ്വസ്ത മിത്രമേ, എപ്പോഴും എൻ്റെ കൂടെയിരുന്ന് എന്നെ നയിക്കുകയും സകല അപകടങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കുകയും ചെയ്യണമേ. സകല വിശുദ്ധരോട് നമുക്ക് മധ്യസ്ഥം അപേക്ഷിക്കാം. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥരായ വിശുദ്ധ യൂദാ തദേവൂസേ, വിശുദ്ധ റീഥായെ, പാവപ്പെട്ടവരുടെ സംരക്ഷണനായ വിശുദ്ധ അന്തോനീസേ, വിശുദ്ധ അൽഫോൻസാമേ, വിശുദ്ധ ചാവറയച്ച, സകല വിശുദ്ധരെ എൻ്റെ ഈ ആകുലതയും നിയോഗവും സർവേശ്വരൻ്റെ സിംഹാസനത്തിന് മുൻപിൽ സുഗന്ധധൂപമായി അർപ്പിച്ച് പ്രാർത്ഥിക്കണമേ. ആമേൻ. ഫിലിപ്പിയർ 4-ാം അധ്യായം 6-7 വചനങ്ങൾ. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട, മറിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയിലൂടെയും യാചനയിലൂടെയും നന്ദിയോടെ ദൈവത്തെ അറിയിക്കുവിൻ. അപ്പോൾ സകല ബുദ്ധിയെയും കവച്ചുവെക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം യേശു ക്രിസ്തുവിൽ നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും കാത്തുകൊള്ളും. എൻ്റെ ജീവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രാർത്ഥനയിലൂടെ അങ്ങയുടെ തിരുസന്നിധിയിൽ ചെലവഴിക്കാൻ എനിക്ക് നൽകിയ വലിയ കൃപയ്ക്കായി ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ നിയോഗവും എൻ്റെ കണ്ണീരും എൻ്റെ ഹൃദയഭാരവും അവിടുന്ന് കണ്ടു കഴിഞ്ഞുവെന്നും എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്കായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്നും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു.
ഉത്തരത്തിനായി ഞാൻ ഇനി ഉത്കണ്ഠപ്പെടുകയില്ല. അങ്ങയുടെ കാരുണ്യത്തിലും വിശ്വസ്തതയിലും ഞാൻ പൂർണ്ണമായി സമാധാനത്തോടെ വിശ്രമിക്കുന്നു. എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ദൈവിക ശാന്തതയ്ക്കും ആശ്വാസത്തിനും നന്ദി. കർത്താവായ യേശുവേ, ഈ പ്രാർത്ഥനയിലൂടെ എനിക്ക് ലഭിച്ച ദൈവിക ശാന്തതയും കൃപയും ശത്രുവായ പിശാച് സംശയങ്ങളിലൂടെയോ ഭയങ്ങളിലൂടെയോ കവർന്നെടുക്കാതിരിക്കാൻ എൻ്റെ ഈ പ്രാർത്ഥനയെയും ഇതിൻ്റെ ഫലങ്ങളെയും അങ്ങയുടെ അമൂല്യമായ തിരുരക്തത്താൽ ഞാൻ മുദ്രവയ്ക്കുന്നു. എൻ്റെ ആകുലതകളെല്ലാം അങ്ങയുടെ പാദപീഠത്തിൽ ഞാൻ ഉപേക്ഷിക്കുന്നു. അങ്ങയുടെ സമയവും അങ്ങയുടെ വഴികളും ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ തിരുഹിതം മാത്രം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ, ഞങ്ങൾ അങ്ങിൽ ശരണമർപ്പിക്കുന്നു. ഞങ്ങളുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനയെയും അവിടുന്ന് കേട്ട് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.